Next question, draw the following view in first angle projection. First angle projection of the isometric view given below. Isometric view നമുക്ക് താഴെ തന്നിട്ടുണ്ട്. അതിൻ്റെ ഫ്രണ്ട് വ്യൂ വരയ്ക്കുക, സൈഡ് വ്യൂ വരയ്ക്കുക, ടോപ്പ് വ്യൂ വരയ്ക്കുക. ഓക്കെ, ഫ്രണ്ട് വ്യൂ ഡയറക്ഷനിലാണ്, സൈഡ് വ്യൂ ഡയറക്ഷനിലാണ്, ടോപ്പ് വ്യൂ ഡയറക്ഷനാണ്. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് വരയ്ക്കുക, റെഫറൻസ് ലൈൻ വരയ്ക്കുക. അതിനകത്ത് ഹൊറിസോണ്ടൽ പ്ലെയിൻ എവിടെയാണ്, വെർട്ടിക്കൽ പ്ലെയിൻ എവിടെയാണെന്നൊക്കെ നോക്കുക. ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ. ഓക്കെ, നമ്മളതിൻ്റെ റെഫറൻസ് ലൈൻ വരച്ച് കഴിഞ്ഞു, XY ലൈൻ മാർക്ക് ചെയ്തു. നമ്മൾ ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ വരയ്ക്കുമ്പോൾ ഇത് മുതൽ ഇതുവരെയാണ് ഇതിൻ്റെ ഫ്രണ്ട് വ്യൂവിൽ നമുക്ക് കാണാൻ പറ്റുന്ന സർഫസുകൾ. ഈ സർഫസ് നമുക്ക് കാണാൻ പറ്റും, ഇത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇത് നമുക്ക് കാണാൻ പറ്റും. ഈ പ്രതലം നമുക്ക് ഈ ചരിഞ്ഞതായിട്ട് കാണാൻ പറ്റില്ല, പക്ഷേ ഈ പ്രതലം നമുക്ക് കാണാൻ പറ്റും, സ്ട്രെയിറ്റ് ആയിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ സർഫസും കാണാൻ പറ്റും. ഇത്രയല്ലേ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ കൂടെ നോക്കിയാൽ കാണാൻ പറ്റൂ, ശരിയല്ലേ? ഇത് നമ്മൾ എവിടെ വരയ്ക്കുന്നു, റെഫറൻസ് ലൈനിൻ്റെ മുകളിൽ വരയ്ക്കുന്നു. ഓക്കെ, ദെൻ ഇതിൻ്റെ സൈഡ് വ്യൂ ഏതാണ്? ഇത് ഈ ഒബ്ജക്റ്റിൻ്റെ റൈറ്റ് സൈഡ് വ്യൂ ആണ്. ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനിലെ ഒബ്ജക്റ്റിൻ്റെ റൈറ്റ് സൈഡ് വ്യൂ എന്ന് പറയുന്ന ഫ്രണ്ട് വ്യൂവിൻ്റെ ലെഫ്റ്റ് സൈഡിൽ വരയ്ക്കണം. അതായത് ഇപ്പോൾ റൈറ്റ് സൈഡ് വ്യൂ ഇവിടെ വരും, അപ്പോൾ ഫ്രണ്ട് വ്യൂ ഈ സൈഡിൽ വരയ്ക്കണം. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഫ്രണ്ട് വ്യൂ ഈ സൈഡിലാണ് വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫ്രണ്ട് വ്യൂ വരയ്ക്കാനായിട്ട് ഇത് മുതൽ ഇതുവരെ എന്ന് പറയുന്നത് 112 എന്നുള്ളതാണ്. ആ 112 നമുക്കിവിടെ മാർക്ക് ചെയ്യാം. ഓക്കെ, നമ്മൾ മാർക്ക് ചെയ്തു. അതിനുശേഷം ഇതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 8 mm ആണ്. നമ്മൾ ആ 8 mm മാർക്ക് ചെയ്യുന്നു. രണ്ട് സൈഡിലും 8 mm മാർക്ക് ചെയ്തു. ഓക്കെ, ഇത്രയും മാർക്ക് ചെയ്തു. ഇത് മുതൽ ഇതുവരെ എത്രയാണ്? 24 അത് നമ്മൾ മാർക്ക് ചെയ്യുന്നു. 24, 10, 20, 24. ഓക്കെ, ഇത് മുതൽ ഇതുവരെയും എത്രയാണ്? 24 നമ്മളത് മാർക്ക് ചെയ്യുന്നു. 24. ഓക്കെ, ഈ ഒരു ലൈനും ഇവിടുത്തെ ഒരു ലൈനും നമുക്ക് മാർക്ക് ചെയ്യാലോ. ശരി, അപ്പോൾ ഈ പോർഷനുമായി. ഇനി നോക്കിയേ, ഈ പോർഷൻ നമുക്ക് മാർക്ക് ചെയ്യണം. ഇതെത്രയാണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല അല്ലേ, ഈ ചരിഞ്ഞ പ്രതലമായതുകൊണ്ട്. ഇപ്പോൾ ഇത് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ സ്പേസ് ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്. ഇത് മാർക്ക് ചെയ്യണമെങ്കിൽ ഇത് മുതൽ ഇതുവരെ എത്രയുണ്ട്? 36 അതുപോലെ അപ്പുറ സൈഡിലും. അപ്പോൾ ഇത് മുതൽ എത്ര എടുക്കുക? 36 എടുക്കുക. അതുപോലെ ഈ സൈഡിൽ 36 എടുക്കുക. ഓക്കെ, ഇതല്ലേ കാണാൻ പറ്റുന്ന പോർഷൻസ്. ഇത് മുതൽ ഇതുവരെ ഈ പോർഷനായി. ദെൻ അതിന് ശേഷം ഇവിടെ ഒരു ചെറിയ സ്പേസ് വരും. പിന്നെ ഈ പോർഷൻ ഇത്രയായി. ഈ ഒരു പോർഷൻ ചരിഞ്ഞ പ്രതലത്തിനെ നമുക്ക് ഫ്രണ്ട് വ്യൂ നോക്കുമ്പോൾ ഇത്രയാണ് കാണുന്നത്. പിന്നെ ഈ പോർഷൻ, ഇത് മൊത്തത്തിൽ എത്രയുണ്ട്? 112 ഉണ്ട്. പിന്നെ ഇങ്ങനൊരു പോർഷൻ ഉണ്ടല്ലേ. ഇങ്ങനൊരു പോർഷൻ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ സെൻറ്റർ കണ്ടുപിടിച്ചിട്ട് വരയ്ക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് 112 ആണെങ്കിൽ അതിൻ്റെ സെൻറ്റർ എത്ര വരും? 56 ആയിരിക്കും അല്ലേ. അപ്പം നമുക്കിതിൻ്റെ സെൻറ്റർ ഒന്ന് കണ്ടുപിടിക്കാം. 56 നമുക്കറിയാം സെൻറ്റർ. ആ സെൻറ്ററിൽ വെച്ചുകൊണ്ട് നമ്മളൊരു സെൻറ്റർ ലൈൻ മാർക്ക് ചെയ്യുന്നു. ഓക്കെ, ഇതിൻ്റെ വീതി എത്രയാണ്? 15 അല്ലേ. 15. അപ്പോൾ 15 എന്ന് പറയുമ്പോൾ ഈ സെൻറ്ററിൽ നിന്ന് ലെഫ്റ്റിലേക്ക് 7.5, റൈറ്റിലേക്ക് 7.5. ഓക്കെ, ഇതിൻ്റെ ഹൈറ്റ് എത്രയുണ്ട്? 32 ഉണ്ടല്ലേ. ഇവിടെ നിന്ന് ഇതുവരെ എത്രയുണ്ട്? 32 ഉണ്ട്.
അതുപോലെ ഈ സൈഡിൽ നമ്മൾ എന്തെടുക്കുക, 32 എടുക്കുക. ഇതിനെ ക്ലോസ് ചെയ്യുക. ഇത്രയാണല്ലോ ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ. ഈ പോർഷൻ ഇത്, ഈ പോർഷൻ ഇത്. മനസ്സിലായോ? അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ ആയി കഴിഞ്ഞു. ഇനി ഏതാ വരയ്ക്കേണ്ടത്? ഇതിൻ്റെ ടോപ്പ് വ്യൂ ആണ്. ഇതിൻ്റെ ടോപ്പ് വ്യൂ എന്ന് പറയുമ്പോൾ കാണാൻ പറ്റുന്ന സർഫസുകളെന്ന് പറഞ്ഞാൽ ഈ സർഫസ് നമുക്ക് വ്യക്തമായിട്ട് കാണാം, ഈ പോർഷൻ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. പക്ഷേ ചരിഞ്ഞ പ്രതലമായിട്ടല്ല കാണാൻ പറ്റുന്നത്. ഇത്രയും സർഫസും നമുക്ക് കാണാൻ പറ്റും അല്ലേ? ശരിയല്ലേ? ഇത്രയും പോർഷനും നമുക്ക് എവിടെ കാണാൻ പറ്റും? ഇതിൻ്റെ ടോപ്പ് വ്യൂയിലൂടെ കാണാൻ പറ്റും. ടോപ്പ് വ്യൂ അഥവാ പ്ലാൻ. അത് വരയ്ക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഈ ലൈനെ താഴേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക. ഇതിൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് റെഫറൻസ് ലൈനിൻ്റെ താഴെയായിരിക്കും അല്ലേ? ഈ പോർഷനും താഴേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക. ഓക്കെ. ദെൻ അതിന് ശേഷം നമുക്ക് കാണാൻ പറ്റുന്ന സർഫസ് വരയ്ക്കുകയാണ്. ഇത് മുതൽ ഇതുവരെ എത്രയുണ്ട്? 112 ഉണ്ട്. അത് നമ്മൾ മാർക്ക് ചെയ്യുകയാണ്. 112 ഓൾറെഡി ഉള്ളതാണ്. നമ്മൾ 112 മാർക്ക് ചെയ്തു. ഓക്കെ. ദെൻ ഇത് മുതൽ ഇതുവരെ എത്രയുണ്ട്? 32 ഉണ്ട്. ആ 32 നമ്മൾ മാർക്ക് ചെയ്യുകയാണ്. അതുപോലെ ഈ സൈഡിലും ഇത് മുതൽ ഇതുവരെ എത്രയുണ്ട്? 32 ഉണ്ട്. ഓക്കെ. ഇത് മുതൽ ഇതുവരെ എത്രയാണ്? 24 ആണ്. 24 നമ്മൾ മാർക്ക് ചെയ്യുകയാണ്. രണ്ട് സൈഡിലും നമ്മൾ മാർക്ക് ചെയ്യണം 24. ഓക്കെ. 24 നമ്മൾ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് വരയ്ക്കേണ്ടത് ഈ ഒരു ലൈനാണ്. ഈ ചരിവ് എത്രയും നമുക്കറിയില്ല. ഈ ഒരു ലൈൻ വരയ്ക്കാനായിട്ട് ഇത് 32, ഇവിടെ നിന്ന് ഇതുവരെയും 32 ആണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇതുവരെ 32 എടുത്തതിന് ശേഷം നമുക്കൊരു സെൻട്രൽ ലൈൻ മാർക്ക് ചെയ്തിടാം. തേർട്ടി ടു എടുത്തതിന് ശേഷം നമ്മളൊരു സെൻട്രൽ ലൈൻ മാർക്ക് ചെയ്തിട്ടു. ഓക്കെ. ദെൻ നമുക്കറിയാം ഇത് മുതൽ ഇതുവരെ എന്ന് പറയുന്നത് 36 ആണ്. അത് നമുക്ക് മാർക്ക് ചെയ്തുകൂടെ? 36. ഈ എൻഡ് മുതൽ ഇതുവരെയും 36 ഉണ്ട്. അത് നമുക്ക് മാർക്ക് ചെയ്യാം. ഈ എൻഡിലും നമ്മളതുപോലെ 36 മാർക്ക് ചെയ്യുക. ശരിയല്ലേ? അപ്പോൾ ഇത്രയും ആണ് അതിൻ്റെ ലെങ്ത്. അതിനുശേഷം ഇതുമായിട്ട് എന്ത് ചെയ്യുക? മീറ്റ് ചെയ്യിപ്പിക്കുക. മനസ്സിലായോ? ഇത് വരച്ച മനസ്സിലായോ? ഇവിടെ നമ്മൾ 32 എടുത്തു, ലൈൻ വരച്ചു. അതിനുശേഷം ഇത് മുതൽ ഇതുവരെ 36 ആണ്, ഇത് മുതൽ ഇതുവരെ 36 ആണ്. ഇത് മുതൽ ഇതുവരെ 36 മാർക്ക് ചെയ്തു, ഇത് മുതൽ 36 മാർക്ക് ചെയ്തു. ഇത്രയും ചെയ്തിട്ട് ഇത് രണ്ടും മീറ്റ് ചെയ്യിപ്പിച്ചു. ഓക്കെ. ഇനി നമുക്ക് വരയ്ക്കേണ്ടത് ഈ ഒരു പോർഷനാണ്. ഇതുമാണ് നമുക്ക് വരയ്ക്കേണ്ടത്. ടോട്ടലി എത്രയുണ്ട്? 48 ഉണ്ട്. അത് വരയ്ക്കാനായിട്ട് നമ്മൾ നോക്കി, ഇവിടെ സെൻട്രൽ ലൈൻ എടുക്കണമെന്നില്ല. ഇതിനെ നമ്മൾ നേരെ എക്സ്റ്റെൻഡ് ചെയ്യുക. ഇതാണ് നമ്മുടെ 2 പോയിൻ്റ്. ആ പോയിൻ്റ് അവിടെ മാർക്ക് ചെയ്യുക. അതിനുശേഷം അവിടെ നിന്ന് എത്ര എടുക്കുക? 48 എടുക്കുക. ഇവിടെ നിന്നും അതുപോലെ 48 എടുക്കുക. ഓക്കെ. ക്ലോസ് ചെയ്യുന്നു. ദെൻ ഇത് മുതൽ ഇതുവരെ എത്രയുണ്ട്? 28 ഉണ്ട്. ആ 28 നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നു. അതെന്ത് ചെയ്യുന്നു? ക്ലോസ് ചെയ്യുന്നു. ഇത്രയും പോർഷൻ എന്ന് പറയുന്നത് 28 നമുക്ക് വ്യക്തമാണ്. ദെൻ ഈ പോർഷൻ എന്ന് പറഞ്ഞാൽ ചരിഞ്ഞ പ്രതലമായിരുന്നു. അതിനെ നമ്മൾ ടോപ്പ് നോക്കുമ്പോൾ ഇങ്ങനെ മാത്രമേ നമുക്ക് കാണൂ. ശരിയല്ലേ? ഇനി നമ്മൾ വരയ്ക്കുന്ന ഏതാണ്? ഇതിൻ്റെ സൈഡ് വ്യൂ ആണ്. ഈ സൈഡ് വ്യൂ
നമ്മൾ ഈ സൈഡിലൂടെ കാണുന്ന സർഫസുകൾ ഏതൊക്കെയാണ്? ഈ സർഫസ് നമുക്ക് കാണാൻ പറ്റും, അതുപോലെ ഈ സർഫസ് നമുക്ക് കാണാൻ പറ്റും. ഇതൊരു ചരിഞ്ഞ പ്രതലമായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല, സ്ട്രെയിറ്റ് ആയിട്ട് കാണാൻ പറ്റും. ദെൻ ഈ ഒരു സർഫസും നമുക്ക് കാണാൻ പറ്റും അല്ലേ. ഇത് ഈ ഒബ്ജക്റ്റിൻ്റെ റൈറ്റ് സൈഡാണ്. ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനിൽ ഫ്രണ്ട് വ്യൂ വരച്ചതിൻ്റെ റൈറ്റ് സൈഡ്, ഒബ്ജക്റ്റിൻ്റെ റൈറ്റ് സൈഡ് വ്യൂ ഫ്രണ്ട് വ്യൂ വരച്ചതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ വരയ്ക്കണം. ഏതിൽ? ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ. ഓക്കെ, ഇത് വരയ്ക്കാനായിട്ട് നമ്മുടെ ഫ്രണ്ട് വ്യൂവിനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം ഇത് മുതൽ ഇതുവരെ ടോട്ടൽ എത്രയുണ്ട്? 32 + 32 64 ഉണ്ട്. ആ 64 നമ്മൾ മാർക്ക് ചെയ്യുന്നു. ഓക്കെ, ഇത് മുതൽ ഇതുവരെ എത്രയുണ്ട്? ഇത് മുതൽ ഇതുവരെ 32 ഉണ്ട്. പിന്നെ ഹൈറ്റ് 8 ആണ്. നമുക്ക് ഇതും കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാം. ഇത് മുതൽ ഇതുവരെ 32 ആണ്. ആ 32 നമ്മൾ മാർക്ക് ചെയ്യുന്നു. ഇത്രയും പോർഷനായി കഴിഞ്ഞു. ഓക്കെ, ദെൻ ഈ ഒരു പോർഷനാണ്, അത് നമ്മൾ ചരിഞ്ഞ പ്രതലമായിട്ട് നമുക്ക് കാണില്ല, അതൊരു സ്ട്രെയിറ്റ് പോർഷനായിട്ട് കാണും. നമ്മളിങ്ങനെ ക്ലോസ് ചെയ്തെടുത്തു. ശരിയല്ലേ? ഈ പോർഷനുമായി ഇതുമായി. ഇനി നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പോർഷൻ ഇതാണ്. ഇത് വരയ്ക്കാനായിട്ട് ഇവിടെ നിന്ന് എത്ര എടുക്കുക? 32 എടുക്കുക ഹൈറ്റ്. ഓക്കെ, ഇത് മുതൽ ഇതുവരെ എത്രയുണ്ട്? 28 ഉണ്ട്. ആ 28 നമ്മൾ മാർക്ക് ചെയ്യണം. ഓക്കെ, ഇതുവരെ നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ദെൻ ഇത് മുതൽ ഇതുവരെ എത്രയുണ്ട്? 48 ഉണ്ട്. നമ്മൾ 48 ഇതിൽ മാർക്ക് ചെയ്യുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു? ഈ രണ്ട് പോയിൻ്റ് കൂടെ മീറ്റ് ചെയ്യിപ്പിച്ചാൽ പോരെ. പോയിൻ്റ് മീറ്റ് ചെയ്യിപ്പിച്ചു. ഇത് തന്നെയല്ലേ ഇതിൻ്റെ സൈഡ് വ്യൂ? ഈ പോർഷനും കൂടെ ഇതാണ്. ഈ കണ്ട പോർഷൻ എന്ന് പറയുന്നത് ഇതാണ്. ശരിയല്ലേ? അതിനുശേഷം ഡയമെൻഷൻ കൊടുക്കുക. അറ്റ് ലാസ്റ്റ് നമ്മളിതുപോലെ ഡയമെൻഷൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഓരോ സൈഡും വരച്ചത്, കണ്ട സൈഡുകൾ ഏതാണ്, മെഷർമെൻറ്റ് എടുത്ത് ഏതാണെന്ന് നമ്മളെ ക്ലാസ് 1-2 കണ്ടു നോക്കുക. അതിനുശേഷം ഡ്രോയിങ് റെക്കോർഡിൽ വരയ്ക്കുക. ഓക്കെ.